നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികൾ അനധികൃതമായി ജോലി ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ഫാം പൂട്ടിക്കുകയുണ്ടായി. ഒമാൻ നോർത്ത് അൽബാത്ന ഗവർണറേറ്റിലെ സോഹാറിലായിരുന്നു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. മുനിസിപ്പൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവാസി തൊഴിലാളികൾ ഇവിടെ ഫർണിച്ചർ, മെയിന്റനൻസ്, അപ്പോൾസ്റ്ററി ജോലികൾ ചെയ്തു വരികയായിരുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വാണിജ്യ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ എല്ലാ പരിധിയും കടക്കുന്നുവെന്നാണ് നോർത്ത് അൽബാത്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ടർ ജനറൽ അബ്ദുൾ റഹ്മാൻ അൽ ഖാസ്മി പറയുകയും ചെയ്തത്. ആരോഗ്യമോ സുരക്ഷയോ പരിഗണിക്കാതെ ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നിയമവിരുദ്ധമായി ഇത്തരം തൊഴിലിടങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ രാജ്യവ്യാപകമായി തുടരാനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനമെന്നത്. ഇത്തരം പ്രവണതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ അധികൃതരെ അറിയിച്ച് ജനങ്ങളും സഹകരിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ തൊഴിൽ നിയമ ലംഘനങ്ങളുടെ പേരിൽ 209 പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തതായി ഒമാൻ മാൻ പവർ മന്ത്രാലയം അറിയിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തേക്ക് വന്നത്. മസ്കറ്റ് ഗവർണറേറ്റിലെ പരിശോധനാ വിഭാഗമാണ് നിയമലംഘകരെ പിടികൂടിയത്. ജനുവരി 5 മുതൽ 9 വരെ നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത്. തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ രാജ്യത്ത് പരിശോധനകൾ കർശനമാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മാൻ പവർ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.